ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാർ നടപ്പാക്കുന്നത് ജലസംരക്ഷണം മുഖ്യ അജണ്ടയായി പ്രഖ്യാപിച്ചുള്ള പ്രവർത്തനങ്ങളാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. സഹപാഠിയുടെ വീട്ടിൽ നിന്നും 36 പവൻ അപഹരിച്ച കേസിൽ ആന്ധ്ര സ്വദേശിനി റിമാൻഡിൽ. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ സ്വർണ്ണക്കപ്പിന് കോഴിക്കോട് ജില്ലയിൽ സ്വീകരണം. മുപ്പത്തിയഞ്ചാമത് PV സാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് മാധ്യമപ്രവർത്തകൻ കെ മാധവന്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സർക്കാർ നടപ്പാക്കുന്നത് ജലസംരക്ഷണം മുഖ്യ അജണ്ടയായി പ്രഖ്യാപിച്ചുള്ള പ്രവർത്തനങ്ങളാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. അക്കരെ മുണ്ടിയാടി കുളം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നവീകരിച്ച അക്കരെ മുണ്ടിയാടി കുളം മന്ത്രി എ കെ ശശീന്ദ്രൻ നാടിന് സമർപ്പിച്ചു. കൂവപ്പറ്റ രാമക്കുറുപ്പ് നിർമ്മിച്ച കുളം നിലവിലെ ഉടമ വടക്കേ കോയക്കോട്ട് ഇന്ദിരാമ്മ ഗ്രാമപഞ്ചായത്തിന് സൗജന്യമായി വിട്ടു നൽകുകയായിരുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 29 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കുളം നവീകരിക്കുകയും ചുറ്റും പാർക്ക് സജ്ജീകരിക്കുകയും ചെയ്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്ത് ശുദ്ധജലവും നല്ല അന്തരീക്ഷവും സൃഷ്ടിച്ചതിലൂടെ മാലിന്യമുക്ത കേരളം സൃഷ്ടിക്കുന്നതിൽ സർക്കാർ ലക്ഷ്യം കണ്ടെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സാധാരണ ജനങ്ങളിലേക്ക് എത്തുമ്പോഴേ വികസനം യാഥാർത്ഥ്യമാവൂ എന്ന നയമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ശുദ്ധജലവും ശുദ്ധമായ അന്തരീക്ഷവും സൃഷ്ടിക്കുക വഴി മാലിന്യമുക്തമായ ഒരു കേരളം ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ആ നയത്തിന്റെ കാതൽ. അതുമായി ജനങ്ങൾ നല്ലതുപോലെ സഹകരിച്ചിട്ടുണ്ട്. ചടങ്ങിൽ KM സച്ചിൻ ദേവ് MLA അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CH സുരേഷ്, വൈസ് പ്രസിഡന്റ് MK വിലാസിനി, സ്ഥിരം സമിതി അധ്യക്ഷരായ K ഷൈൻ, സിന്ധു കൈപ്പെങ്ങൽ, KK സിജിത്ത്, വാർഡ് അംഗം RK ഫിബിൻ ലാൽ, സെക്രട്ടറി PN നിഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. സഹപാഠിയുടെ വീട്ടിൽ താമസിക്കാനെത്തി 36 പവൻ അപഹരിച്ച കേസിൽ മുംബൈയിൽ നിന്നും പിടിയിലായ ആന്ധ്ര സ്വദേശിനി റിമാൻഡിൽ. വിജയവാഡ യാനമല കുണ്ടരു സ്വദേശിനി തോട്ട ബാനു സൗജന്യയെയാണ് റിമാൻഡ് ചെയ്ത് മഞ്ചേരി വനിതാ ജയിലിൽ അടച്ചത്. നടുവട്ടം ITA സമീപം കാടക്കണ്ടി ശിവരാമന്റെ വീട്ടിൽ നിന്നാണ് സ്വർണം നഷ്ടപ്പെട്ടത്. ഇവരുടെ മകൻ അമൃതേഷിന്റെ ഭാര്യ ഗായത്രിയുടെ സുഹൃത്തും സഹപാഠിയുമായ ബംഗളൂരുവിലെ കോളേജിൽ പഠിക്കുന്ന യുവതി പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ മെയ് 17 ബേപ്പൂരിലെ സുഹൃത്തിന്റെ വീട്ടിലെത്തിയിരുന്നു. മെയ് 19 തിരിച്ചു പോകുമ്പോൾ വീട്ടിലെ അലമാരയിൽ നിന്നും 10 പവനോളം ആഭരണങ്ങൾ കൈക്കലാക്കിയാണ് കടന്നുകളഞ്ഞത്. ഇത് ബംഗളൂരുവിലെ ബാങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചു. അലമാരയുടെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം നഷ്ടപ്പെട്ട വിവരം കുടുംബം അറിഞ്ഞിരുന്നില്ല. ഇത് മുതലെടുത്താണ് ജൂലൈ 17 വീണ്ടും എത്തി 26 പവനുമായി കടന്നത്. ഇതിൽ കുറച്ച് സ്വർണം വിജയവാഡയിലെ ബാങ്കിലും പണയം വെച്ചാണ് ടാൻസാനിയയിലെ സുഹൃത്തിന്റെ അടുത്തേക്ക് പോയത്. നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്തുകയാണ് ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇതിന് റിമാൻഡിലുള്ള പ്രതിയെ അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിന് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം. ബേപ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഫറൂഖ് ACP AM സിദ്ദിഖിന്റെ കീഴിലെ ക്രൈം സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ് യുവതി പിടിയിലായതെന്ന് ബേപ്പൂർ ഇൻസ്പെക്ടർ R സുരേഷ് കുമാർ പറഞ്ഞു. ക്രൈം സ്ക്വാഡ് SI PC സുജിത്ത്, ബേപ്പൂർ SI TT നൌഷാദ്, സീനിയർ CPOമാരായ സനീഷ് പന്തിരാങ്കാവ്, അനൂജ് വളയനാട്, സുബീഷ് വേങ്ങേരി,
ബേപ്പൂർ ASI കെ ദീപ്തിലാൽ, CPO കെ ഉമാദേവി, പി ശില്പ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്ക് നൽകാനുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് ജില്ലയിൽ സ്വീകരണം നൽകി. പര്യടനത്തിന് മോഡൽ സ്കൂളിൽ ഒരുക്കിയ സ്വീകരണത്തിന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി അസീസ് നേതൃത്വം നൽകി. വെള്ളിയാഴ്ച രാവിലെയാണ് പ്രചാരണ പര്യടനം കോഴിക്കോട് ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ എത്തിയത്. പരീക്ഷാ ജോയിന്റ് കമ്മീഷണർ ഗിരീഷ് ചോലയിലിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സ്വർണ്ണക്കപ്പുമായി പര്യടനം നടന്നു. സ്വീകരണ ചടങ്ങിൽ ഡോക്ടർ AK അബ്ദുൽ ഹക്കീം അധ്യക്ഷനായിരുന്നു. DDE ടി അസീസ്, G ഗംഗാറാണി, AEOമാരായ പൗളി മാത്യു, KV മൃദുല, പ്രധാനാധ്യാപിക ഗീത, പ്രിൻസിപ്പൽ മുംതാസ്, ഷജീർ ഖാൻ, C സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ പര്യടനത്തിനു ശേഷം സ്വർണ്ണക്കപ്പ് ഒക്ടോബർ 21-ന് കായികമേള വേദിയായ തിരുവനന്തപുരത്ത് എത്തിക്കും. ഘോഷയാത്ര കടന്നുപോകുന്ന വിവിധ കേന്ദ്രങ്ങളിൽ കായിക താരങ്ങൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, കായിക പ്രേമികൾ, പൊതുജനങ്ങൾ എന്നിവർ സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 35ാമത് PV സാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് ഡിസ്നി ഇന്ത്യ സ്ട്രാറ്റജിക് ഉപദേശകനും ദൃശ്യമാധ്യമ രംഗത്തെ പ്രമുഖനുമായ K മാധവന് ഒക്ടോബർ 21-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും. സ്വാതന്ത്ര്യ സമര സേനാനിയും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ അവിസ്മരണീയമായ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത് വ്യക്തിയുമായിരുന്ന PV സാമി അന്തരിച്ചിട്ട് 35 വർഷങ്ങൾ കടന്നു പോകുന്നു. PV സാമിയുടെ സ്മരണ നിലനിർത്താനുള്ള യജ്ഞമെന്ന നിലയ്ക്കും വ്യാവസായിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുന്നതിനുമായി PV സാമി മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 35ാമത് PV സാമി മെമ്മോറിയൽ അവാർഡ് K മാധവന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിക്കും. ഒക്ടോബർ 21-ന് ശ്രീനാരായണ സെന്റിനറി ഹാളിലാണ് അവാർഡ് ദാന ചടങ്ങ് നടക്കുക. ചടങ്ങിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പ്രശസ്തി പത്രം സമർപ്പിക്കും. MK രാഘവൻ MP പൊന്നാടയണിയിക്കും. ജോൺ ബ്രിട്ടാസ് MP അനുസ്മരണ സമിതിയുടെ സ്നേഹോപഹാരം സമർപ്പിക്കും. ജൂറി ചെയർമാൻ MV ശ്രേയാംസ് കുമാർ PV സാമി അവാർഡിനെ കുറിച്ച് വിശദീകരിക്കും. ET മുഹമ്മദ് ബഷീർ MP, MLA മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, EK വിജയൻ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് എന്നിവർ സംസാരിക്കും. PV ഗംഗാധരന്റെ മക്കളായ ഷെനുഗ, ഷെഗ്ന, ഷെർഗ എന്നിവർ ചേർന്ന് പുഷ്പഹാരം അണിയിക്കും. അവാർഡ് ജേതാവ് K മാധവൻ മറുപടി പ്രസംഗം നടത്തും. വാർത്താ സമ്മേളനത്തിൽ PV സാമി മെമ്മോറിയൽ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി PV ചന്ദ്രൻ, PV നിതീഷ്, പുത്തൂർമഠം ചന്ദ്രൻ, അഡ്വക്കേറ്റ് രാജൻ, KR പ്രമോദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Milma ice cream, friends in that flavors. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സൗത്ത് ഇന്ത്യ ഇന്നേവരെ കാണാത്ത എപ്പിക് എക്സ്പീരിയൻസ് ഇനി ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും കാണാം. അനുഭവിച്ചറിയാം. മൈജി ഫ്യൂച്ചറിന്റെ ഇന്നേ വരെ കാണാത്ത ഏറ്റവും വലിയ എപ്പിക് ഷോറൂം മൈജിയുടെ സ്വന്തം നാടായ കോഴിക്കോട് തൊണ്ടയാട് വരുന്നു. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, കോഴിക്കോട്. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMH-ൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061112266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ദീപാവലിക്ക് മധുര പലഹാരങ്ങൾ തയ്യാറാക്കി തളി ബ്രാഹ്മണ സമൂഹമഠം. ലഡു, മൈസൂർ പാക്ക്, ജാഗ്രി തുടങ്ങി 10 ഇനങ്ങളാണ് വിൽപ്പനയ്ക്കായി ഒരുക്കിയത്. ഒക്ടോബർ 20 വരെ സ്വീറ്റ്സ് സമൂഹമഠത്തിൽ നിന്നും ലഭിക്കും. തളി ബ്രാഹ്മണ സമൂഹമഠത്തിന്റെ സൗജന്യ പ്രൊവിഷൻ കിറ്റിലേക്കുള്ള ധനശേഖരണാർത്ഥമാണ് ദീപാവലി സ്വീറ്റ്സ് വിൽപ്പന നടത്തുന്നത്. ഒക്ടോബർ 17, 18, 19, 20 തീയതികളിലാണ് വിൽപ്പന. 10 സ്വീറ്റുകൾ അടങ്ങിയ അസോർട്ടഡ് സ്വീറ്റ് ചെറിയ ബോക്സിന് 170 രൂപയാണ് വില. 10 സ്വീറ്റുകൾ 2 വീതം അടങ്ങിയ അസോർട്ടഡ് സ്വീറ്റ് വലിയ ബോക്സിന് 340 രൂപയാണ് വില. ലഡു, മൈസൂർ പാക്ക്, സ്വീറ്റ് ബാദുഷ, ദില്ലി ബാദുഷ, ജാഗ്രി, റവ ലഡു, തേങ്കായ് ബർഫി, ഓറഞ്ച് ബർഫി, സ്വീറ്റ് സോന, സ്വീറ്റ് പേട എന്നീ 10 ഇനം സ്വീറ്റുകളാണ് സ്വീറ്റ് ബോക്സിൽ അടങ്ങിയിരിക്കുന്നത്. തളി ബ്രാഹ്മണ സമൂഹമഠത്തിൻ്റെ സൗജന്യ പ്രൊവിഷൻ കിറ്റിലേക്കുള്ള ധനശേഖരണാർത്ഥമാണ് ദീപാവലി സ്വീറ്റ്സ് വിൽപ്പന നടത്തുന്നത്. ഇത് ട്രഡീഷണൽ സ്വീറ്റ്സാണ്. പാലക്കാട് കൊടുവായിൽ നിന്ന് കൊണ്ടുവന്ന സ്വീറ്റ്സാണ്. അതാണ് പാക്ക് ചെയ്ത് നമ്മൾ കോഴിക്കോട്ടിലെ ജനങ്ങൾക്ക് എത്തിച്ച് നൽകുന്നത്. ഇത് സ്വീറ്റ്സ് കഴിക്കുന്നതോടൊപ്പം സാമൂഹ്യ സേവനം എന്നുള്ളൊരു മധുരം കൂടി ഇതോടൊപ്പം നിങ്ങൾക്ക് ചെയ്യുവാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് പ്രൊവിഷൻ കിറ്റായിട്ട് സൗദി ബ്രാഹ്മണ സമൂഹം നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ 9446309426 എന്ന നമ്പറിലും ലഭിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്കൂളുകളിൽ അടുത്ത വർഷം മുതൽ കായിക പഠനം നിർബന്ധമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ചേന്ദമംഗല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചേന്ദമംഗല്ലൂർ GM-UP സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഉറപ്പുവരുത്തുകയാണ് സ്കൂളുകളിൽ അടുത്ത വർഷം മുതൽ കായിക പഠനം നിർബന്ധമാക്കുന്ന പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. വലിയ മതസൗഹാർദ്ദ ചരിത്രമുള്ള ജില്ലയിലെ ഏറ്റവും വലിയ വിദ്യാലയങ്ങളിലൊന്നാണ് 1200 കുട്ടികൾ പഠിക്കുന്ന ചേന്ദമംഗല്ലൂർ സ്കൂളെന്നും കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ നാട്ടുസത്കാരം മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരു സ്കൂളിന് 3,70,00,000 രൂപ മുടക്കുക, ഒരു മുനിസിപ്പാലിറ്റിക്കകത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം 10 കോടി രൂപ മുടക്കുക. കേരള ഒളിമ്പിക് ജൂഡോ യോഗ്യത ലഭിച്ച AK ആരാധ്യരാജ്, സ്കൂൾ കെട്ടിട ആർക്കിടെക്ചർ ഡിസൈനർ അഭിരാം മനോജ്, ഊരാളുങ്കൽ എഞ്ചിനീയർമാർ തുടങ്ങിയവരെ പരിപാടിയിൽ മന്ത്രി ആദരിച്ചു. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷനായിരുന്നു. മുക്കം നഗരസഭാ ചെയർപേഴ്സൺ PT ബാബു, വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KP ചാന്ദിനി, സ്ഥിരം സമിതി അധ്യക്ഷരായ സത്യനാരായണൻ, പ്രജിത പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം. ഷീൻ ഇന്റർനാഷണൽ കോഴിക്കോട് ചാപ്റ്റർ കൺവെൻഷനും ജൂനിയർ IAS പരിശീലന പ്രഖ്യാപനവും സ്നേഹാദരവും ഒക്ടോബർ 19 കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. അഹമ്മദ് ദേവർകോവിൽ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുംപ്പെട്ട പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യയിൽ കിട്ടാവുന്ന എല്ലാ ജോലിക്കും ആവശ്യമായ കോച്ചിങ്ങും ട്രെയിനിങ്ങും വളരെ ചുരുങ്ങിയ ചെലവിൽ, ഫ്രീ എന്ന് പറയാവുന്നതിനേക്കാൾ അല്പം മേലെ ചെയ്തു കൊടുക്കുക. 2, അവരെ ജോലി സ്ഥാപനത്തിന്റെ പടിവാതിൽക്കലേക്ക് എത്തിക്കുക. കേരളത്തിനകത്തും പുറത്തും വിവിധ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഷീൻ ഇന്റർനാഷണലിന്റെ കോഴിക്കോട് ചാപ്റ്റർ കൺവെൻഷനും പ്രൊജക്ട് പ്രഖ്യാപനവും ഒക്ടോബർ 19 ഞായറാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. അഹമ്മദ് ദേവർകോവിൽ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഭാഗമായി ശുചീകരണ സേവനമനുഷ്ഠിക്കുന്ന 100 പേർക്ക് സ്നേഹാദരം സമ്മാനിക്കും. 100 വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ജൂനിയർ IAS പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പ്രഖ്യാപനവും കൺവെൻഷനിൽ വെച്ച് നടക്കും. ഷീൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് വയനാട് ബേസ് ചെയ്ത് 2014 മുതൽ പ്രവർത്തിക്കുന്ന ഒരു NGO ആണ്. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയിലാണ് ഷീന് പ്രവർത്തിക്കുന്നത്.
നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും പണം ഇല്ല എന്നുള്ളതിന്റെ പേരിൽ പലപ്പോഴും വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ പോലും കുട്ടികൾ പേടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അവർക്ക് ആവശ്യമായ സപ്പോർട്ട് നൽകിക്കൊണ്ട് വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി സലീം വട്ടക്കിണർ, മൗലവി സുഹൈർ ചുങ്കത്തറ, റൌഫ്, ആരിഫ് ചെറുവണ്ണൂർ, നാസർ മാത്തോട്ടം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ചായ വിളി തുടങ്ങി. ചായ ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. സൗത്ത് ഇന്ത്യ ഇന്നേ വരെ കാണാത്ത എപ്പിക് എക്സ്പീരിയൻസ് ഇനി ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും കാണാം. അനുഭവിച്ചറിയാം. മൈജി ഫ്യൂച്ചറിന്റെ ഇന്നേ വരെ കാണാത്ത ഏറ്റവും വലിയ എപ്പിക് ഷോറൂം മൈജിയുടെ സ്വന്തം നാടായ കോഴിക്കോട് തൊണ്ടയാട് വരുന്നു. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നെല്ലിക്കോട് നാഷണൽ ഹൈവേ സർവീസ് റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് NHന്റെ മലാപ്പറമ്പ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. നെല്ലിക്കോട് ആഴാതൃക്കോവിൽ തൊണ്ടയാട് സർവീസ് റോഡിൽ നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥരുടെയും കരാർ കമ്പനിയുടെയും അശാസ്ത്രീയവും അനാസ്ഥയും നിറഞ്ഞ റോഡ് നിർമ്മാണത്തിൽ പ്രതിഷേധിച്ചും സർക്കാർ റോഡിനു വേണ്ടി ഏറ്റെടുത്ത ഭൂമി സർവേ നടത്തി അതിരുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, സർവീസ് റോഡ് എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് പ്രതിഷേധ ധർണ നടത്തിയത്. ഓരോ കാര്യത്തിൽ സൈഡ് റോഡിന് എത്ര വീതി വേണം, മറ്റേ മെയിൻ റോഡിന് എത്ര വീതി വേണം, ഇങ്ങനെ പല കാര്യങ്ങളിൽ അതിൽ വളരെ നിയമപരമായിട്ട് ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അവിടെ നടപ്പാക്കാതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ വിലയിരുത്തുന്നതാണ്. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ജയശ്രീ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പറഞ്ഞതുപോലെ നാഷണൽ ഹൈവേക്ക് എതിരല്ല, പക്ഷേ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം കേരളം പോലെയുള്ള ഒരു പ്രദേശത്ത് സ്ഥലം അക്വയർ ചെയ്യുന്നതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. 45 മീറ്റർ എന്ന് പറയുന്നത് ഒരു മിനിമം ലെങ്ത് ആണെന്നൊക്കെ അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ സർവീസ് റോഡുമായി ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് 6.25. കമ്മിറ്റി ചെയർമാൻ കെ ശരത് കുമാർ അധ്യക്ഷനായിരുന്നു. പരിപാടിയിൽ കൺവീനർ രാകേഷ് എ, ട്രഷറർ പി മോഹൻദാസ്, MP രാധാകൃഷ്ണൻ, സുനിൽ ഹരിവരം, കൃഷ്ണദാസ് M എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ നടന്ന ജില്ലാ സ്കൂൾ കായികമേളയിൽ മുക്കം ഉപജില്ലാ ജേതാക്കളായി. തുടർച്ചയായി 14ാം വർഷവും പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ് HSS കിരീടം നേടി. അഹമ്മദ് ദേവർകോവിൽ MLA ട്രോഫികൾ നൽകി. സബ് ജൂനിയർ പെൺകുട്ടിയുടെ 100 മീറ്റർ മത്സരമാണ് ഇപ്പോൾ ട്രാക്കിൽ ആരംഭിച്ചിട്ടുള്ളത്. 309 പോയിന്റുമായാണ് മുക്കം ഉപജില്ല കിരീടം സ്വന്തമാക്കിയത്. ആകെ 40 സ്വർണവും 22 വെള്ളിയും 15 വെങ്കലവും നേടി. 191 പോയിന്റുമായി പേരാമ്പ്ര ഉപജില്ല 2ാം സ്ഥാനത്തും 54 പോയിന്റുമായി ചേവായൂർ ഉപജില്ല 3ാമതുമെത്തി. 232 പോയിന്റുമായി പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ് HSS കിരീടം സ്വന്തമാക്കി. 33 സ്വർണവും 19 വെള്ളിയും 10 വെങ്കലവുമാണ് സ്കൂൾ നേടിയത്. കഴിഞ്ഞ വർഷത്തെ 176 പോയിന്റിൽ നിന്നുമാണ് ഇത്തവണ 232 പോയിന്റിലേക്ക് പുല്ലൂരാമ്പാറ എത്തിയത്. സമാപന ചടങ്ങിൽ അഹമ്മദ് ദേവർകോവിൽ MLA ട്രോഫികൾ വിതരണം ചെയ്തു. DDE T അസീസ്, ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ ഡോക്ടർ M ഷിംജിത്ത്,
KR ഷാഫി, സെബാസ്റ്റ്യൻ ജോൺ, മുഹമ്മദ് അസ്ലം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അതിജീവനത്തിന്റെ കഥകൾ പങ്കുവച്ച് സ്റ്റാർ കെയറിന്റെ നട്ടെല്ല് കൂട്ടായ്മ. ലോക നട്ടെല്ല് ദിനത്തോടനുബന്ധിച്ചാണ് രോഗികളുടെ സംഗമം നടത്തിയത്. ഹോസ്പിറ്റൽ CMD ഡോക്ടർ അബ്ദുള്ള ചെറിയക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാർ കെയർ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നട്ടെല്ല് കൂട്ടായ്മ വേദനയുടെ നാളുകൾ അതിജീവിച്ചവരുടെ വൈകാരിക സംഗമമായി. ചടങ്ങിൽ രോഗികൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും നട്ടെല്ല് കൂട്ടായ്മ എന്ന ഗ്രൂപ്പിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഹോസ്പിറ്റൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ അബ്ദുള്ള ചെറിയക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്റ്റാർ കെയറിലെ നാഷണൽ ബോർഡ് സർട്ടിഫൈഡ് സ്പൈൻ സർജൻ ഡോക്ടർ ഫസൽ റഹ്മാൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. റോബോട്ടിക് VR അസിസ്റ്റഡ് സർജറി പോലുള്ള ഏറ്റവും പുതിയ ചികിത്സാ രീതികളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അതിന്റെ പേരാണ് ലാൻഡ്മാർക്ക് സ്റ്റഡി. അത് സ്പോട്ട് ട്രയൽ തന്നെ പറയാം. ഈ സ്പോട്ട് ട്രയലിൽ ഡോക്ടേഴ്സ് എന്താ ചെയ്തു വെച്ചാൽ 500 പേഷ്യൻസിന് എടുത്തു, ഡിസ്ബൾഡേഴ്സ് ഉള്ള. ഈ 500 പേഷ്യൻസിൽ 250 ആൾക്കാർക്ക് സർജറി നടത്തി, ബാക്കി 250 ആൾക്കാർക്ക് നോൺ സർജിക്കൽ മെത്തേഡ്സ് നടത്തി, അതായത് ഫിസിയോതെറാപ്പി, എക്സസൈസ്, മെഡിസിൻസ് ഒക്കെ. എന്നിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്തു ഓവർ എ പീരീഡ് ഓഫ് 3 to 4 years. അപ്പോൾ അവർ മനസ്സിലാക്കിയത് 2 ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഒരേ ഔട്ട്കംസ് ആണ് ഉണ്ടായത്. സർജറി ചെയ്തവർക്കും സർജറി ചെയ്യാത്തവർക്കും ഒരേ ഔട്ട്കംസ് ആണ്. സർജറി ചെയ്ത ഗ്രൂപ്പിലുണ്ടായ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വേദന കുറഞ്ഞു കിട്ടി എന്നുള്ളതാണ്. ഓക്കെ. ചടങ്ങിൽ ഡോക്ടർ ഫസൽ റഹ്മാനെ ഹോസ്പിറ്റൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അബ്ദുള്ള ചെറിയക്കാട്ടും CEO സത്യയും ചേർന്ന് ആദരിച്ചു. ഇതിന് പിന്നിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഇല്ല, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർ കെയർ ഈ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മുടെ സ്പൈൻ സർജറി വിഭാഗം ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു റെവല്യൂഷൻ സ്പൈൻ സർജറിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, സ്പൈൻ സർജറിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ കോയമ്പത്തൂരിലേക്കാണ് ട്രാവൽ ചെയ്തിട്ട് സർജറി എന്ന് പറഞ്ഞത്. ആ ഒരു സിനാരിയോ നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വേൾഡ് ക്ലാസ് സ്പൈൻ സെൻറ്റർ ഉണ്ടാക്കുക എന്നതാണ് ഉദ്ദേശം. സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ സാദിഖ്, ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത്, ഡെപ്യൂട്ടി മെഡിക്കൽ ഡയറക്ടറും സീനിയർ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റുമായ ഡോക്ടർ ഫിബിൻ തൻവീർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ നടപ്പാക്കുന്നത് ജലസംരക്ഷണം മുഖ്യ അജണ്ടയായി പ്രഖ്യാപിച്ചുള്ള പ്രവർത്തനങ്ങളാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. സഹപാഠിയുടെ വീട്ടിൽ നിന്നും 36 പവൻ അപഹരിച്ച കേസിൽ ആന്ധ്ര സ്വദേശിനി റിമാൻഡിൽ. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ സ്വർണ്ണക്കപ്പിന് കോഴിക്കോട് ജില്ലയിൽ സ്വീകരണം. മുപ്പത്തിയഞ്ചാമത് PV സാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് മാധ്യമപ്രവർത്തകൻ K മാധവന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.